ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇൻഡെക്സ് എററിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ നെയിമിൻ്റെ കാര്യങ്ങളൊക്കെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ലെങ്ത് കൊടുക്കുന്ന സമയത്ത് ലെങ്ത് ഇൻഡെക്സിനകത്ത് ഇല്ല എങ്കിൽ എന്ത് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. സോ ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാനൊരു ലിസ്റ്റ് കൊടുക്കുവാണ്. ഞാനിവിടെ എ കോമ ഇ ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് എയുടെ ഉള്ളിലെ 0th ഇൻഡെക്സിനെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആയിരിക്കും. കാരണം എ എന്ന് പറയുന്ന ആ വാല്യൂ ആണ് 0th ഇൻഡെക്സിലിരിക്കുന്നത്. 1 ആണെങ്കിലോ ബി ആണ് ഇരിക്കുന്നത്. സോ ബി ആയിരിക്കും പ്രിൻ്റ് ആവുന്നത്. 2 ആണെങ്കിൽ സി ആണ് വന്നിരിക്കുന്നത്. കാരണം സി ആണ് 2ാമത്തെ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത്. ഇനി 3 കൊടുത്താലോ? 3 കൊടുത്താൽ എററൊന്നുമില്ല. റൺ ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും വരുന്നത്? അവിടെ ഇൻഡെക്സ് എറർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് എറർ മീൻസ് ചെയ്യുന്നത് അതായത് ലിസ്റ്റിൻ്റെ ഔട്ട് ഓഫ് റേഞ്ചിലാണ്. ലിസ്റ്റ് ഉണ്ട്, അവിടെ അവൈലബിൾ ആണ്, പക്ഷേ അതിൻ്റെ ഔട്ട് ഓഫ് റേഞ്ചിലാണ്. ലിസ്റ്റിനകത്തിൻ്റെക്കാളും പുറത്തെ റേഞ്ചിലാണ് നമ്മളിവിടെ വാല്യൂ കൊടുത്തിരിക്കുന്നത്, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. സോ ഇവിടെ 0, 1, 2 വരെയാണ് ഇവിടെ അതിൻ്റെ റേഞ്ച് ഇരിക്കുന്നത്. സോ 3 മുതൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട് ഓഫ് റേഞ്ചാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇൻഡെക്സ് എറർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഞ്ചിനേക്കാളും പുറത്ത് പോയിരിക്കുകയാണ് അതിൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ റൺ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂവിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് എറർ വന്നിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൻ്റെ പുറത്തുള്ള എന്താണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുക. സോ അതാണ് ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത്. സോ ഇതിനെ പറ്റി ബേസിക്കായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 4 കൊടുത്താൽ അല്ലെങ്കിൽ 5 കൊടുത്താലൊക്കെ ഇൻഡെക്സ് എറർ ആയിരിക്കും വരുന്നത്. കാരണം അത് ഇൻഡെക്സിൻ്റെ ഉള്ളിൽ വരുന്നതല്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു ലിസ്റ്റും കൂടി സ്ട്രിങ് കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0, 1, 2, 3 ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. കാരണം ഇൻഡെക്സിൻ്റെ ഉള്ളിലായി. അപ്പോൾ തേർഡ് ഇൻഡെക്സിൽ ഡി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇൻഡെക്സ് എറർ വരുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക് എടുക്കണം. ബൈ.